നമസ്കാരം. രാജ്യതലസ്ഥാനത്തെ നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആം ആദ്മി പാർട്ടിക്ക് ഇരട്ട പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് പാർട്ടി വിട്ട MLA മാർ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രാജിവെച്ച MLA മാർ BJP-യിൽ ചേർന്നു. രാജിവെച്ച് മണിക്കൂറുകൾ തികയും മുമ്പാണ് ആം ആദ്മി പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് MLA-മാർ BJP പാളയത്തിലേക്ക് ചേക്കേറിയത്. BJP തന്നെയാണ് ഇക്കാര്യം എക്സിലൂടെ അറിയിച്ചത്. പാലം മണ്ഡലത്തിൽ നിന്ന് 2 തവണ MLA-ആയ ഭാവന ഗൗർ, കസ്തൂർബ നഗറിൽ നിന്ന് 3 തവണ MLA-ആയ മദൻലാൽ, 3 തവണ MLA-ആയ ഗിരീഷ് സോണി, 2 തവണ MLA-ആയ രാജേഷ് ഋഷി, നരേഷ് യാദവ്, പവൻ ശർമ്മ എന്നിവരാണ് 8 ആം ആദ്മി പാർട്ടി MLA-മാരിൽ ഉൾപ്പെടുന്നത്. MLA-മാരായ BS ജൂൺ, രോഹിത് മെഹ്റോലിയ, മുൻ MLA വിജേന്ദ്ര ഗാർഗ്, ആം ആദ്മി പാർട്ടി കൗൺസിലർ ആയിരുന്ന അജയ് റായ് എന്നിവരും BJP-യിൽ ചേർന്നിട്ടുണ്ട്. അഴിമതി ആരോപണവും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള വ്യതിചലനവും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇന്നലെ ആം ആദ്മി പാർട്ടി MLA-മാർ രാജിവെച്ചത്. 8 നിയമസഭാംഗങ്ങൾക്കും ആം ആദ്മി പാർട്ടി ഇത്തവണ തെരഞ്ഞെടുപ്പ് ടിക്കറ്റ് നിഷേധിച്ചിരുന്നു. ഇതാണ് രാജിയിലേക്ക് നയിച്ച കാരണമെന്നാണ് വിലയിരുത്തൽ. മുൻ ആം ആദ്മി പാർട്ടി MLA വിജേന്ദർ ഗാർഗും കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ മറ്റ് നിരവധി നേതാക്കളും BJP ദേശീയ വൈസ് പ്രസിഡന്റും ഡൽഹി BJP-യുടെ ചുമതലയുള്ള ബൈജയന്ത് പാണ്ഡെയുടെയും സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയുടെയും സാന്നിധ്യത്തിലാണ് സംഘടനയിൽ ചേർന്നത്. MLA-മാരെയും നേതാക്കളെയും BJP-യിലേക്ക് സ്വാഗതം ചെയ്ത ബൈജയന്ത് പാണ്ഡ ഇവർ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ ഇത് ചരിത്ര ദിവസമാണ് എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയും അതിൽ നിന്ന് മുക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നെന്നും വ്യക്തമാക്കി. വർണ്ണാഭമായ ചടങ്ങിലാണ് ആം ആദ്മി പാർട്ടി MLA-മാർ BJP-യിലെത്തിയത്. അതേസമയം തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ എതിരാളികളുടെ ക്യാമ്പിലേക്ക് തന്നെ പാർട്ടി വിട്ടവർ ചേക്കേറിയത് ആം ആദ്മിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചില്ലറയല്ല. BJP സ്ഥാനാർത്ഥികൾക്കായി ഇവർ പ്രചാരണത്തിൽ സജീവമാകുമ്പോൾ പാർട്ടി വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ഭയത്തിലാണ് ആം ആദ്മി പാർട്ടി ഇപ്പോഴുള്ളത്. 2.5 പതിറ്റാണ്ട് കാലത്തെ അധികാര വരൾച്ച തീർക്കാൻ ഒരുങ്ങി BJP-യും ഹാട്രിക് ജയം നേടി ഭരണം തുടരാൻ ആം ആദ്മി പാർട്ടിയും ഒരുങ്ങുന്ന വേളയിലാണ് അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾക്ക് ഡൽഹി വേദിയാവുന്നത്. അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കെ വാശിയേറിയ പ്രചാരണവുമായിട്ടാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പ്രചാരണത്തിൽ സജീവമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് BJP പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഡൽഹിയിൽ ഇന്ന് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് കോൺഗ്രസ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ രാജ്യ തലസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. ഡൽഹി BJP പിടിക്കുമെന്ന കാര്യം ഇതോടെ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്.